ഓരോ അധ്യാപകർക്കും ഗിഫ്റ്റ് കൊടുത്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോസ് മില്യൺസ് കടക്കുമ്പോൾ ഓരോ അധ്യാപകരും അതിന് അല്ലെങ്കിൽ സ്കൂളുകൾ അതിന് സമ്മതിക്കുമ്പോൾ തങ്ങളുടെ ബർത്ത്ഡേകൾ ആഘോഷിക്കാൻ കുട്ടികൾക്ക് സന്തോഷത്തോടെ അനുവാദം കൊടുക്കുമ്പോൾ ഓരോ റീലും ഒരുവനെ തല്ലിച്ചതച്ചതിന് ശേഷം റീൽ എടുക്കാത്തത് എന്ത്, അത് നമ്മൾക്ക് ഷെയർ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് മാധ്യമങ്ങളിലൂടെ കാണിക്കലുകൾക്ക് ഒരു അറുതി ഉണ്ടാകുന്നത്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്വകാര്യതകൾ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ ഗൈഡ് ലൈൻ കൊടുക്കേണ്ടുന്നിടത്ത് നമ്മൾക്ക് പൂർണ്ണമായും കടിഞ്ഞാണിടേണ്ടത് ആവശ്യം തന്നെയല്ലേ. നമ്മുടെ വിദ്യാലയങ്ങളെ കുറിച്ചിട്ട് പറയുന്നതിനേക്കാൾ ഉപരി അഫാനിലേക്ക് ഞാൻ വീണ്ടും തിരികെ വരികയാണ് എങ്കിൽ, അഫാൻ്റെ ആദ്യത്തെ മൊഴിയിൽ മാധ്യമങ്ങൾ പറഞ്ഞത് ശരിയാണ് എങ്കിൽ അഫാൻ്റെ ആദ്യത്തെ മൊഴിയിൽ എല്ലാ മാധ്യമങ്ങളും പറയുന്നത് മൊഴി പുറത്ത് ആദ്യം മാതൃഭൂമി ന്യൂസിന്, മനോരമ ന്യൂസിന്, 24-ന് ഇങ്ങനെയാണല്ലോ പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും ആർക്കായാലും അത് പുറത്തു വന്നപ്പോൾ നമ്മളെല്ലാവരും ഉൾപ്പെടുന്നവർ കാണുന്നതിൽ, മൊഴിയിൽ പറഞ്ഞിരിക്കുന്നതിൽ നിരന്തരമായി കടം വാങ്ങുകയും പലിശയ്ക്ക് വാങ്ങുകയും പലിശ കൊടുക്കുകയും ചെയ്യുന്നത് തൻ്റെ പെറ്റുമ്മയോട് വിലക്കിയത് പലതവണമാണെന്ന് അഫാൻ പറയുന്നുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, ഇതൊരു അവധി വേണമെന്ന് ഉമ്മായോടും ഉപ്പായോടും പറഞ്ഞു എന്ന് നിരന്തരമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലവട്ടമായി തൻ്റെ ഉമ്മ കടം വാങ്ങുന്ന, ഏതാണ്ട് മൊഴിയിൽ 65 ലക്ഷം രൂപയോളം കടം വാങ്ങിയ ഉമ്മായോട് ഇതിനൊരു അറുതിയില്ലെങ്കിൽ കൂട്ട ആത്മഹത്യ ഉണ്ടാകേണ്ടി വരുമെന്ന് ഉപദേശിക്കുന്ന ഒരു 23 വയസ്സുകാരനായിരുന്നു അഫാൻ എന്ന് മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ ഈ മൊഴിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, തൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തുന്ന അച്ഛൻ്റെ അമ്മയോടുള്ള തീരാത്ത വൈരാഗ്യം, സാമ്പത്തിക സ്രോതസ്സുണ്ടായിട്ടും എല്ലാ കാര്യങ്ങളിൽ നിന്നും തന്നെ വിമർശിക്കുന്ന, തന്നെ മാറ്റി നിർത്തുന്ന ചെറിയച്ഛനോടുള്ള അല്ലെങ്കിൽ വലിയച്ഛനോടുള്ള പക, ഇതെല്ലാം തന്നെ അഫാൻ ഇതിലേക്ക് എത്തിച്ചു എന്ന് ഒന്നാമത്തെ മൊഴിയിൽ പറയുന്നു. നമ്മൾ ഓരോരുത്തരും പറയുന്നത് പോലെ തൻ്റെ കഴുത്ത് ഷോൾ കൊണ്ട് മുറുക്കി കൊല്ലാൻ ശ്രമിച്ച മകനും, അല്ലെങ്കിൽ ഇത്രയേറെ ICUയിൽ ബോധമില്ലാതെ അല്ലെങ്കിൽ ഇത്രയധികം അപകടകരമായ രീതിയിൽ കഴിയുന്ന ഒരു ഉമ്മ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ മാധ്യമങ്ങളും അമ്മ മനസ്സ് എന്ന് അത് പുകഴ്ത്താൻ വരട്ടെ. ഇതൊരു തെറ്റ് തന്നെയല്ലേ? അമ്മ മനസ്സായാലും അത് തെറ്റ് തന്നെയല്ലേ? അഫാൻ്റെ അമ്മയോട് ചേർത്ത് വായിക്കേണ്ടതല്ലേ VSDP നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സാർ നടത്തിയ പരസ്യ പ്രഖ്യാപനം? തൻ്റെ മകൻ MDMA പിടിച്ചതിന് തൻ്റെ മകൻ്റെ കൂട്ടുകാരുടെ മുഴുവൻ ലിസ്റ്റും പോലീസിന് കൈമാറുമെന്ന് മാധ്യമങ്ങളിലൂടെ ഡിക്ലെയർ ചെയ്ത ഒരു അച്ഛൻ ഈ അമ്മയുമായി നമുക്ക് കമ്പയർ ചെയ്തുകൂടെ? എന്ത് തെറ്റുകൾ തങ്ങളുടെ മക്കൾ ചെയ്താലും അത് സമൂഹത്തിലുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാണ് എന്ന് ഒളിച്ചു വെക്കുന്ന ഒരു അച്ഛനെയും അമ്മയെയും നമ്മൾ കഴിഞ്ഞ മാസം കണ്ടതല്ലേ. 26-ൽ പരം വെട്ടുകൾ കൊണ്ട് മരണപ്പെട്ട ഒരു അച്ഛൻ പലതവണകളായി കഴിഞ്ഞ 2019 തൊട്ട് തൻ്റെ മകൻ ഉപദ്രവിച്ചിട്ടും പുറത്തു പറയാൻ നാണക്കേടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ അമ്മയുടെ നിരപരാധിത്വം നമ്മൾ കണ്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ രക്ഷകർത്താക്കളല്ലേ പുറത്തോട്ട് കൊണ്ടുവരേണ്ടത്? അതോ അതെല്ലാം പിടിക്കുന്ന സമൂഹത്തിനെയും അതെല്ലാം കണ്ടെത്തുന്ന അധ്യാപകരെയും പോക്സോ പറഞ്ഞുകൊണ്ടും ബാലനീതി പറഞ്ഞുകൊണ്ടും വെല്ലുവിളിക്കുന്ന നമ്മൾ ഓരോ രക്ഷകർത്താക്കളും ചിന്തിക്കേണ്ടതല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ അഫാൻ്റെ അമ്മയുടെ അമ്മ മനസ്സ് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടതല്ലേ?